അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റികളുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് മതപരിവർത്തനം എന്നത്. ഒരുപക്ഷെ ലോകത്ത് മുസ്ലിം ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണവും ഇതുതന്നെയാണ്. മുസ്ലിങ്ങൾ ഭരിച്ച ഭാഗത്തെല്ലാം അവരുടെ ഭരണീയരെ, സബ്ജക്റ്റിനെ ശക്തി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാം വ്യാപിച്ചത് വാളുകൊണ്ടും ആയുധം കൊണ്ടുമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായ ആരോപണവും നമുക്ക് മുമ്പിലുണ്ട്. അതേ ആരോപണം തന്നെ മുസ്ലിം ഡൈനാസ്റ്റികളുടെ ചരിത്രത്തിലും, നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റികളാവട്ടെ, അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏത് ഡൈനാസ്റ്റി ആവട്ടെ, അത് നോർത്ത് ഇന്ത്യ ആവട്ടെ, അതുപോലെ തന്നെ സൗത്ത് ഭാഗത്താവട്ടെ, അല്ലെങ്കിൽ കാശ്മീർ അടക്കമുള്ള അങ്ങ് ദൂരെയുള്ള അങ്ങേയറ്റമുള്ള പ്രദേശങ്ങളിലെല്ലാം മുസ്ലിം ഭരണകൂടങ്ങളെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം ഇതേ നിർബന്ധിത മതപരിവർത്തനമാണ്. ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ പോലും ലവ് ജിഹാദ് എന്നുള്ള പദപ്രയോഗത്തിന് ഇതേ ചരിത്ര പാരമ്പര്യം കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ പണ്ട് മുതലേ ഇത് തന്നെയാണ്. കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ടൂളുകളും മീഡിയയും അവർ മാറ്റുന്നു എന്നതാണ് ഇവർ ആരോപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അതിൻ്റെ ആധുനിക രൂപമാണ് ലവ് ജിഹാദ് എന്ന രീതിയിലാണ് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റി, അതായത് മുസ്ലിം ചരിത്രത്തിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുസ്ലിം ചരിത്രത്തിൽ നല്ലൊരു ശതമാനം പ്രദേശങ്ങൾ അടക്കി വാണ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഭരണകൂട ചരിത്രത്തിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഈ ആരോപണം നിലനിൽക്കെ തന്നെ ചില ചരിത്ര സന്ദർഭങ്ങളിൽ അധികാരികൾ അവരുടെ അധികാരം നടപ്പിലാക്കുവാനും അവരുടെ തന്നെ കൂടുതൽ അറബ് മുസ്ലിം ലോകത്തുള്ള അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും വേണ്ടി ചില ക്രൂരതകൾ ചെയ്തതായും നമുക്ക് ചരിത്രത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയും ഇന്ത്യൻ മുസ്ലിം ഭരണകൂടങ്ങൾ എല്ലാവരും ഒരുപോലെ പരമവിശുദ്ധരാണ് എന്ന് പറയുന്ന ഒരു വർത്തമാനമൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. കാരണം ചരിത്രത്തിൽ അങ്ങനെ ചില നെഗറ്റീവായ സംഭവങ്ങളും കൂടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഈ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളടക്കം അത് അവരുടെ ഒരു പ്രാഗ്മാറ്റിസ്റ്റായ പൊളിറ്റിക്കൽ റിയലിസത്തിൻ്റെ ഭാഗമായി രൂപീകരിച്ച നയനിലപാടുകളായിരുന്നു. അവരുടെ അധികാര വ്യാപനം ഉദ്ദേശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഖലീഫന്മാരിൽ നിന്ന്, അബ്ബാസികളാവട്ടെ, ഈ അറബ്, ഇറാഖ് അല്ലെങ്കിൽ ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വ്യത്യസ്ത കാലഘട്ടത്തിലെ ഖലീഫന്മാരിൽ നിന്ന് മതത്തിൻ്റെ പേരിലുള്ള പദവി ലഭിക്കാനുള്ള ചില നീക്കങ്ങളും ഇവർ ചെയ്തിരുന്നതായും ഈ ഗസ്നവിയെ പോലുള്ള മുഹമ്മദ് ഗസ്നവി ആ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായി കൂടുതൽ പ്രകടമായി തന്നെ കാണുവാൻ പറ്റും. അങ്ങനെയുള്ള ചില നടപടികളും അവർ ചെയ്തിരുന്നു. നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നത് പോലെ അമ്പലങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജിസിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം അത് ശരീഅത്തിൻ്റെ ഭാഗമായി തന്നെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ ചില ആൾക്കാർ അത് അറബ് ലോകത്തെ അവരിലേക്കാളും ഉയർന്ന മുസ്ലിം ഭരണകർത്താക്കളിൽ നിന്ന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനൊക്കെ കാരണമാകും എന്നുള്ള ചില ചിന്തകളും ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങളിലേക്ക് നയിച്ചു എന്നതും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ ഭരണകൂടത്തെയും അതേ കണ്ണിൽ കൂടെ തന്നെയാണ് കാണേണ്ടത്. കാരണം മതപരിവർത്തനത്തിന് വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. വാളുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാം പ്രചരിപ്പിച്ചതെന്നും ഒരുപാട് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഇസ്ലാം ഇന്ത്യയിൽ വന്നുവെന്നും അത് പ്രചരിപ്പിച്ചുവെന്നും നമുക്ക് ചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമായ കാര്യമാണ്. ആ ഒരു വിശദീകരണം കൂടി നമ്മുടെ ചർച്ചകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് വിഷയത്തെ ഞാൻ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയം കൺവേർഷൻ എന്നുള്ള ഈ വിഷയം
അത് മുസ്ലിം ഡൈനാസ്റ്റികളുടെ, നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റികളുടെ കാലഘട്ടത്തിലെ കൺവേർഷൻ എന്നത് ഒരുപാട് കാരണങ്ങളിലൂടെ സംഭവിച്ചതാണ്. അധികാരപ്രയോഗം എന്നതിനേക്കാളും അപ്പുറം നിരവധി പശ്ചാത്തലങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും സാധാരണ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചരിത്ര വ്യാഖ്യാനങ്ങളിൽ നിരവധി തിയറികൾ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാം. അതിൽ പ്രധാനമായും നേരത്തെ പരാമർശിച്ചതുപോലെ ഇസ്ലാം എന്നത് അത് ദീൻ എന്നത് സെയ്ഫിൻ്റെ, വാളിൻ്റെ ഒരു മതമായി ചിത്രീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി നമുക്ക് കാണാം. അത് ഓറിയൻ്റലിസ്റ്റ് മുതൽ അതുപോലെ തന്നെ വെസ്റ്റേൺ ചരിത്രകാരന്മാർ മുതൽ ഇന്ത്യക്കാരായ ഒരുപാട് പേർ ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് കാണാൻ കഴിയും. അത് ബ്രാഹ്മണിക്കൽ ചരിത്രരചനകളിലും ആദ്യകാല ചരിത്രരചനകളിലും വെസ്റ്റേൺ ചരിത്രരചനകളിലുമെല്ലാം ഇത് കൂടുതൽ പ്രകടമാണ്. സർ ഹെൻറി മെയർ എലിയറ്റിൻ്റെ ദ അപ്പൻഡിക്സ് ടു ദ അറബ്സ് ഇൻ ദ സിന്ധ് എന്ന് പറയുന്ന ആ രചനയിലും, അതുപോലെ W ഹണ്ടറിൻ്റെ ദ ഇമ്പീരിയൽ ഗസറ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ടിലും, അതുപോലെ തന്നെ മുറേ ടിറ്റസിൻ്റെ ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്ന രചനകളിലും, അതുപോലെ H.G. കീൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ആദ്യകാല ഹിസ്റ്റോറിയോഗ്രഫി ബുക്കുകളിലുമെല്ലാം ഇസ്ലാം എന്നത് അതൊരു വാളിൻ്റെ, ആയുധത്തിൻ്റെ മതമായി ആ തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണെന്ന് ഈ വെസ്റ്റേൺ രചനകളിലെല്ലാം നമുക്ക് കാണാം. അതിനുശേഷം അതായത് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ രചനകളിലാണ് പ്രധാനമായും ഇത് പ്രകടമാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അരികു പറ്റി ഇന്ത്യയിലെ തന്നെ പല രചയിതാക്കളും ഇന്ത്യയുടെ ഒരു ഇസ്ലാമോഫോബിയ മുന്നിൽ വെക്കുന്ന, മുസ്ലിം വിദ്വേഷം മുന്നിൽ വെക്കുന്ന രചനകളിലും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വരത്തന്മാരായി വിദ്വേഷിയരായും അധിനിവേശകരായും ചിത്രീകരിക്കുന്ന രചനകളിലുമെല്ലാം ആ ഇതേ ഓറിയൻ്റലിസ്റ്റ് പെർസ്പെക്റ്റീവ്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൻ്റെ ഒരു അനുകരണം നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് ഇവിടെ സുനിത് കുമാർ ചാറ്റർജിയുടെ രചനകളിലും അതുപോലെ തന്നെ C.V. വൈദ്യയുടെ രചനകളിലുമെല്ലാം, ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന C.V. വൈദ്യയുടെ രചന, അതുപോലെ തന്നെ സുമിത് കുമാർ ചാറ്റർജിയുടെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന രചനകളിലും, അതുപോലെ മജുംദാറിൻ്റെ രചനകളിലും, സ്ട്രഗിൾ ഫോർ എംപയർ എന്ന മജുംദാറിൻ്റെ രചനകളിലും എല്ലാം ഈ ഒരു തരത്തിലുള്ള പെർസ്പെക്റ്റീവാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ഈ ബംഗാൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള മുസ്ലിം വികാസത്തെ വിശദീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ മജുംദാർ എഡിറ്റ് ചെയ്ത ഹിസ്റ്ററി ഓഫ് ബംഗാൾ വാള്യം 1-ാം വാള്യത്തിൽ അദ്ദേഹം ഇത് പറയുന്നത് ആ ഒരു ബംഗാളിൻ്റെ ചരിത്രം തന്നെ ഹിന്ദു മെജോറിറ്റിയുടെ കാലത്തുള്ള പ്രീ ഇസ്ലാമിക് ബംഗാൾ എന്ന് പറയുന്ന ഒരു ഘട്ടം, അതുപോലെ തന്നെ മുസ്ലിം പീരീഡ് എന്ന് പറയുന്ന ഘട്ടം, ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഘട്ടം, 3 ഘട്ടങ്ങളായി വേർതിരിക്കുന്നുണ്ട്. അതിൽ പ്രീ ഇസ്ലാമിക് ബംഗാൾ എന്ന് പറയുന്നത് വളരെ ഹാപ്പിയായ, വളരെ സന്തോഷം നിറഞ്ഞ, സ്പിരിറ്റ് ഓഫ് കാത്തോലിസിറ്റി, അതായത് വളരെ ഹാർമണിയായ, എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞിരുന്ന, വളരെ കംഫോമിറ്റി നിറഞ്ഞിരുന്ന ഒരു കാലം എന്ന നിലയിലാണ് ബംഗാൾ പോലുള്ള ഭാഗത്തെ പ്രീ ഇസ്ലാമിക് പീരീഡ് എന്നൊരു തരത്തിൽ വിശദീകരിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിം ഭരണാധികാരം വരുന്നതോടുകൂടി, ഇസ്ലാം അവിടെ വ്യാപിക്കുന്നതോടുകൂടി ആ ഭാഗത്തൊക്കെ പ്രശ്നഭരിതമായ അനാർക്കിയും അരാജകത്വവും അരക്ഷിതാവസ്ഥയും അതുപോലെ സംഘർഷങ്ങളും മതവർഗീയതയൊക്കെ ശക്തമാവുന്ന തരത്തിലാണ് ഈ ചരിത്രരചനകൾ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് ഇന്ത്യയിലെ നാഷണലിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ സ്വീകരിച്ച പല ചരിത്രകാരന്മാർക്കും സംഭവിച്ചത്. പക്ഷേ ഈ ഒരു ചരിത്രരചനയ്ക്കെതിരെ ശക്തമായ വിമർശനം തന്നെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റിച്ചാർഡ് ഈറ്റൻ്റെ അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് കൺവേർഷൻ ടു ഇസ്ലാം ഇൻ ഇന്ത്യ, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് കൺവേർഷൻ ടു ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രചന, അതുപോലെ വേറെയും ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് വെസ്റ്റേൺ പണ്ഡിതന്മാരടക്കം ഈ തരത്തിലുള്ള വെസ്റ്റേൺ സെൻട്രിക്കായ അല്ലെങ്കിൽ ഓറിയൻ്റൽ സെൻട്രിക്കായ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ ചരിത്രരചനയ്ക്ക് ബദൽ പെർസ്പെക്റ്റീവ് സമർപ്പിച്ചവരുണ്ട്. അതിൽ പ്രധാനിയാണ് റിച്ചാർഡ് ഈറ്റൺ. അദ്ദേഹം തന്നെ ഈ ഒരു കാഴ്ചപ്പാടിനെ തള്ളിക്കളയുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ നൂറ്റാണ്ടുകളായി, പ്രത്യേകിച്ച് 8-ാം നൂറ്റാണ്ട് മുതൽ പല ഭാഗങ്ങളിലായി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്നുണ്ട്.
അവിടുന്ന് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ ആവട്ടെ, നോർത്ത് ഇന്ത്യ ആവട്ടെ, വിവിധ ഭാഗങ്ങളിലെല്ലാം മുസ്ലിം ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും അവരുടെ മതകീയത അവിടുത്തെ ജനങ്ങളിൽ ശക്തിപൂർവം സമ്മർദ്ദം ചെലുത്തുകയും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് തന്നെ ആലോചിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാരണമാണ്. അത് തന്നെയാണ് പ്രധാന പോയിന്റ്. ഈ ഭരണകർത്താക്കൾക്കൊന്നും ഒരു ഇസ്ലാം വ്യാപനം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നില്ല എന്നും അവർ വളരെ ഇവിടെ ഉണ്ടായിരുന്ന നോൺ മുസ്ലിം മെജോറിറ്റേറിയൻ സമൂഹത്തിനോട് വളരെ പ്രാഗ്മാറ്റിസ്റ്റായ സമീപനം തന്നെയാണ് അവർ സ്വീകരിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവരുടെ മുസ്ലിങ്ങൾക്ക് നല്ല ശതമാനം അധികാരമുണ്ടായിരുന്ന ഭാഗത്തും ഇപ്പോഴും നോൺ മുസ്ലിങ്ങൾ മെജോറിറ്റിയായി നിൽക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അധികാരമില്ലാതിരുന്ന പല ഭാഗങ്ങളിലും അവിടെ ആദ്യമേ തന്നെ ആയുധമല്ലാതെ തന്നെ, അതായത് ശക്തി ഉപയോഗിക്കാതെ തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനം ശക്തമായ പ്രകടമായ ഒരുപാട് പ്രദേശത്തും നമുക്ക് ഇത് കാണുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ബംഗാളിലേക്കും അവിടുത്തെ ഒരു ആദ്യകാല സെൻസസ് എടുത്തിരുന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഈ സെൻസസ് എടുത്തുന്ന പശ്ചാത്തലത്തിലൊക്കെയും അവർ തന്നെ പറയുന്നുണ്ട്, പലരും ഈ മുസ്ലിം പവറിൻ്റെ അധീനതയിലല്ലാത്ത പ്രദേശത്തെ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അത് ലോക്കൽ കൺവേർട്സുകളാണ്. പലരും മുസ്ലിം അധികാരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തിന് പുറത്തുള്ളവരായിരുന്നു എന്ന് ഹെവ്ലിയുടെ റിപ്പോർട്ടിൽ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്സ് ഓഫ് ദ സെൻസസ് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന 1872 നടത്തിയ ആ സെൻസസിലും, അതുപോലെ ഡോക്ടർ ജെയിംസ് വൈസിൻ്റെ ദ മുഹമ്മദൻസ് ഓഫ് ഈസ്റ്റേൺ ബംഗാൾ എന്ന് പറയുന്ന രചനയിലും ഈ സെൻസസിലും നമുക്കിത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ലോക്കൽ മുസ്ലിങ്ങൾ അവരാണ് ഇസ്ലാം വ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി മാറിയത്, അല്ലാതെ അധികാര ശക്തികളല്ല എന്ന് വേറെയും ചില പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. ജോയ ചാറ്റർജിയുടെ ഇന്ത്യാസ് ഇസ്ലാമിക് ട്രഡീഷൻ എന്ന് പറയുന്ന രചനയിലും അത് റിച്ചാർഡ് എം ഈറ്റൻ്റെ ബുക്കിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയ ഒരു പേപ്പറാണ്. ഈ പേപ്പറിൽ ഇന്ത്യാസ് ഇസ്ലാമിക് ട്രഡീഷൻ എന്ന് പറയുന്ന രചനയിലും ലോക്കൽ പീപ്പിളുടെ, പ്രാദേശിക ജനതയുടെ ഇസ്ലാം വ്യാപനത്തിലുള്ള സംഭാവനകളെ അവരെടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പെർസ്പെക്റ്റീവ്, ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഇസ്ലാം ഒരു സോഷ്യൽ ലിബറേഷൻ്റെ, ഒരു സാമൂഹിക വിമോചനത്തിൻ്റെ മതമായി പരിഗണിക്കപ്പെട്ടു എന്നതിൻ്റെ ഭാഗമായി ഇസ്ലാം വ്യാപനമുണ്ടായി എന്ന് പറയുന്ന ഒരു തിയറിയും നമുക്ക് കാണുവാൻ കഴിയും. അത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയിലുള്ള താഴ്ന്ന ജാതികൾ അവരുടെ ബ്രാഹ്മണീയ ഭീകരവാദത്തിനെതിരെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, ഭീകരതയ്ക്കെതിരെ രക്ഷപ്പെടുവാൻ വേണ്ടി ഇസ്ലാമിൽ അഭയം തേടിയതായി അങ്ങനെ ഒരു വ്യാഖ്യാനം, റിലീജിയൻ എന്നത്, ഇസ്ലാം എന്നത് ഒരു സാമൂഹിക വിമോചനത്തിൻ്റെ ഒരു മാർഗമായി സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഇത് ബ്രിട്ടീഷ് എത്നോഗ്രാഫേഴ്സും അതുപോലെ തന്നെ പാകിസ്ഥാനി ഇന്ത്യൻ സ്കോളേഴ്സുമെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. W.R. കോർണിഷിൻ്റെ റിപ്പോർട്ട് ഓൺ ദ സെൻസസ് ഓഫ് മദ്രാസ് പ്രസിഡൻസി 1871 അദ്ദേഹം നടത്തിയ അതിലും ഒരു പഠനത്തിലും, അതുപോലെ തന്നെ W. ക്രൂക്ക് അദ്ദേഹത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് ഓഫ് ഇന്ത്യ എന്ന 1897 പഠനത്തിലും, ജാഫർ ഷെരീഫിൻ്റെ ഇസ്ലാം ഇൻ ഇന്ത്യ ഓർ കാനൂനെ ഇസ്ലാം എന്ന് പറയുന്ന രചനയിലും, തോമസ് ആർണോൾഡ്, പ്രമുഖ ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായിരുന്ന തോമസ് ആർണോൾഡ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന 1896 രചിക്കപ്പെട്ട രചനയിലുമെല്ലാം ഈ ഒരു തരത്തിൽ ഇസ്ലാം എന്നത് ഒരു സോഷ്യൽ ലിബറേഷൻ്റെ മതമായി, പ്രത്യയശാസ്ത്രമായി ചിത്രീകരിക്കുന്ന ഒരു ചരിത്രരചനയും കാണാം. ഒരു തരത്തിലും കൂടിയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാമിക വ്യാപനം ഉണ്ടായതായും പറയുന്നു. എന്നാൽ ഈ ഒരു വായനയെ, ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ ലിബറേഷൻ്റെ മതമായി ഇസ്ലാം ചിത്രീകരിക്കുന്നതിന് ചില പണ്ഡിതന്മാർ അത് ശരിയല്ല എന്ന് വാദിക്കുന്നവരെ നമുക്ക് കാണാം. അവരുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം എന്നത് ഒരു ഇൻ്റലക്ച്വൽ ഭാഗം എന്ന നിലയിലല്ല അവരുടെ മുന്നിൽ സമർപ്പിച്ചത്. അതിനേക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെ തൗഹീദിനെ മുന്നിൽ വെക്കുകയായിരുന്നു ചെയ്തത്. ഹിന്ദു സമൂഹത്തിലുണ്ടായിരുന്ന
പോളിത്തിസ്റ്റിക് കാഴ്ചപ്പാടിനെ, ഷിർക്കൻ നിലപാടിനെതിരെ ഒരു ഇസ്ലാമികമായ ഏകദൈവ വിശ്വാസത്തെ സമർപ്പിക്കുന്ന വഴിയിട്ടാണ്. അതല്ലാതെ ഒരു സോഷ്യൽ റിവല്യൂഷൻ്റെ അല്ലെങ്കിൽ ലിബറേഷൻ്റെ ഭാഗമല്ല എന്ന രീതിയിലും ഈ രചനകൾ കാണാം. റിച്ചാർഡ് എം ഈറ്റൺ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് കൺവേർഷൻ ടു ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന രചനയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ പറയുന്നത്, ഈറ്റൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ പലപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏത് കാസ്റ്റിൽ നിന്നാണോ ഇസ്ലാം സ്വീകരിച്ചത് അതേ കാസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ അതേ സാമൂഹ്യ നിലവാരം തന്നെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ഈ ഹിന്ദുക്കളും അതേപടി സൂക്ഷിച്ചു എന്നത് പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ കാസ്റ്റ് രൂപപ്പെടുവാൻ കാരണമായി എന്ന് പറയുന്നൊരു സൂചന അദ്ദേഹം ഈ രചനയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ റിച്ചാർഡ് ഈറ്റൺ മറ്റു ചില ഒരു തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഈ പൊതുജനങ്ങളുടെ ഒരു കൂട്ടത്തോടുള്ള ഒരു മതപരിവർത്തനത്തിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന തിയറി എന്ന് പറയുന്നത് 2 സബ് കാറ്റഗറി അദ്ദേഹം വിശദീകരിക്കുന്നു. ഒന്ന് അക്രഷൻ്റെയും അതുപോലെ തന്നെ റിഫോമിൻ്റെയും ഭാഗമായി. അക്രഷൻ എന്ന് പറയുന്നത് ഗ്രാജുവൽ ഗ്രോത്ത് എന്ന നിലയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മുസ്ലിങ്ങളുടെ വ്യാപനമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആ ഗ്രാജുവൽ ഗ്രോത്തിൽ ഇവർ വന്നവരെല്ലാം അവരവരുടെ വേദഗ്രന്ഥങ്ങൾക്ക് അല്ലെങ്കിൽ അവരവരുടെ മൂർത്തികൾക്ക് പകരമായി അവർ അള്ളാഹ് എന്നും ഹിസർ എന്നും ജിന്നുകളെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്ന പുതിയ ഒരു വിശ്വാസ രീതികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവർ സ്വീകരിക്കുകയും, എന്നാൽ അവർ നിലനിന്നിരുന്ന ഒരു കാസ്റ്റും ഒരു സമുദായവും അല്ലെങ്കിൽ ആ ഒരു പദവിയും അവർ അതേപടി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു മുസ്ലിംനെസ്, ഒരു മുസ്ലിം ഭാവം കാണിക്കുവാൻ വേണ്ടി അവർ അള്ളാഹുവിനെ ആരാധിക്കുകയും അതുപോലെ തന്നെ പന്നിമാംസം തിന്നിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായും ഇങ്ങനെയുള്ളവരുടെ ആദ്യകാല ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടവരുടെ ഒരു ഇസ്ലാമിക ക്യാരക്ടർ എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. രണ്ടാമത്, ഇതൊരു ഇസ്ലാമിൻ്റെ വരവാണെങ്കിൽ പിന്നീട് ഈ വന്ന വിഭാഗത്തിൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും അത് അവരുടെ ചിന്താധാരയിൽ മാറ്റം വരുത്തുകയും ഇസ്ലാമിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജായ സംവിധാനത്തിലേക്ക് കയറി വരുവാൻ കാരണമായി മാറി എന്ന തരത്തിൽ റിച്ചാർഡ് ഈറ്റൺ വിശദീകരിക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു പെർസ്പെക്റ്റീവാണ് പ്രമുഖ ഓറിയൻ്റലിസ്റ്റ് സ്കോളർ തന്നെയായ, എന്നാൽ ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപാട് ശ്രദ്ധേയായ പണ്ഡിതയായ ആൻ മേരി ഷിമ്മൽ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു കൺവേർഷൻ, മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് അത് നഗര കേന്ദ്രീകൃതമാണ്, അർബൻ ആണ്, റൂറൽ ഫിനോമിന അല്ല. അതായത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളോടും ഹിന്ദു കച്ചവടക്കാരോടും വ്യത്യസ്ത ആൾക്കാരോടും ഇടപെടുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ ഒരു സാമൂഹിക ഏകത രൂപപ്പെടുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്തതാണ് എന്ന തരത്തിൽ അവർ ഇസ്ലാമിൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന രചനയിൽ ആൻ മേരി ഷിമ്മൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പ്രമുഖ മറ്റുള്ള ചരിത്ര പണ്ഡിതന്മാർ ഈ ഒരു നിരീക്ഷണത്തെ എതിർക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിക ലോകത്ത് തന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് അർബൻ നഗര കേന്ദ്രീകൃത മുസ്ലിം വളർച്ചയെക്കാളും അപ്പുറം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ റൂറൽ പെരിഫറി എന്ന ഭാഗത്തുള്ള അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇസ്ലാമിൻ്റെ വളർച്ച കൂടുതൽ ഉണ്ടായതായി ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇത് ആദ്യകാല തന്നെ ചരിത്ര പണ്ഡിതന്മാരായ അല്ലെങ്കിൽ ഈ മുസ്ലിം കാലഘട്ടത്തിലെ ഗസ്നവി അടക്കം പിന്നെ ഇങ്ങോട്ട് വന്ന പല മുസ്ലിം ക്രോണിക്കിൾസും എഴുതിയ എഴുത്തുകാരും, ഉത്തുബിയെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അബൂ നസബ് താരിഖ് യമീനി എന്ന് പറയുന്ന രചനയിൽ ഉത്തുബി എഴുതിയതും, അതുപോലെ തന്നെ മുഹമ്മദ് ഖാസിം ഹിന്ദുഷ അദ്ദേഹത്തിൻ്റെ ഫരിഷ്തയിലും, അതുപോലെ തന്നെ താരിഖെ ഫരിഷ്ത എന്ന് പറയുന്ന ഗുൽഷാന ഇബ്രാഹിം അതിലുമെല്ലാം അവരൊക്കെയും പരാമർശിക്കുന്നത് അത് റൂറൽ ഏരിയയിലാണ് ഇസ്ലാമിൻ്റെ വ്യാപനം അധികം ഉണ്ടായത്. ക്യാപിറ്റൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അർബൻ ഇസ്ലാമിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ല എന്ന് നമുക്ക് ആദ്യകാല ചരിത്രരചനയിൽ തന്നെ കാണുവാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പെർസ്പെക്റ്റീവ് ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ച് മറ്റുള്ള പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അത് പണ്ഡിതരുടെയും സൂഫികളുടെയും സമീപനത്തിലൂടെ ഇസ്ലാമിൻ്റെ വ്യാപനമാണ്. മുസഫർ ആലം അദ്ദേഹത്തിൻ്റെ ദ ലാംഗ്വേജസ് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ അത് ഈ ഒരു വിശദീകരണം പറയുന്നുണ്ട്. സൂഫികളുടെ സംഭാവനകളാണ് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് കാരണം. അവർ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളിലും അതുപോലെ തന്നെ വിവിധ റൂറൽ ഏരിയയിലും അവർ വിവിധ മധ്യേഷ്യയിൽ നിന്നും
സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നും തുർക്കി ഭാഗങ്ങളിൽ നിന്നും പേർഷ്യൻ അഫ്ഗാനി വിവിധ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ഇന്ത്യയിലേക്ക് എത്തുകയും ഇവിടെ ഇസ്ലാം വ്യാപനം ഇവിടെ അവർ ജീവിക്കുകയും ഇവിടെ ഇസ്ലാം വ്യാപനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം വ്യാപനം ഉണ്ടായതെന്നും അത് ഭരണകർത്താക്കളുടെ ശക്തിപ്രയോഗത്തിലൂടെ അല്ല എന്നുമാണ് മുസഫർ ആലം പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറെയും ഉദാഹരണം പറയാൻ പറ്റും. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഇസ്ലാമിൻ്റെ വ്യാപനം ആദ്യമായി തന്നെ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ന് കേരളത്തിൽ തന്നെയാണ്. മാലിക് ദീനാറിൻ്റെയും കൂട്ടരുടെയും ചരിത്രം, അതുപോലെ തന്നെ ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രം, അതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ PA സയ്യിദ് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ കേരള മുസ്ലിം ചരിത്രത്തിൽ തന്നെ 9ഉം 10ഉം നൂറ്റാണ്ടുകളിലുമെല്ലാം കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ കൊല്ലത്തുമെല്ലാം മുസ്ലിങ്ങളുടെ വാണിജ്യ മേഖലയിൽ ആധിപത്യമുണ്ടായിരുന്നുവെന്നും ആ ഭാഗങ്ങളിലെല്ലാം യഹൂദരുമായി ചില മത്സരങ്ങളും ചില യുദ്ധങ്ങൾ പോലും സംഭവിച്ചുവെന്നുമൊക്കെ PA സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കേരള മുസ്ലിം ചരിത്രം എന്ന രചനയിൽ പരാമർശിക്കുന്നുണ്ട്. നോക്കുക, നോർത്ത് ഇന്ത്യൻ മുസ്ലിം ചരിത്രങ്ങളൊക്കെയും അത് വ്യാപകവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 10ആം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ 8ആം നൂറ്റാണ്ട് പോലും വരുന്നെങ്കിൽ പോലും ഒരു വ്യാപകമായി ഇസ്ലാമിൻ്റെ ഒരു ഭരണചരിത്രം വിവിധ ഭാഗങ്ങളിലേക്ക് മുസ്ലിം ഭരണം വ്യാപിക്കുന്നതൊക്കെ 10ആം നൂറ്റാണ്ടുകൾക്ക് ശേഷമൊക്കെയാണ്. അപ്പോൾ പോലും അതിനേക്കാൾ മുമ്പേ തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങളുടെ വ്യാപനം ഉണ്ടായെന്നും ഇവിടെ മുസ്ലിങ്ങൾക്ക് ഈ കൊല്ലം കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലൊക്കെയും വാണിജ്യ മേഖലകളിൽ തന്നെ നല്ല അധികാരമുണ്ടായിരുന്നുവെന്നും PA സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ രചനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഭരണാധികാരികളുടെ സഹായമില്ലാതെ തന്നെ അല്ലെങ്കിൽ ശക്തിപ്രയോഗമില്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ വ്യാപനം ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിലെ വിവിധ ഭാഗത്ത് നടന്നു എന്ന് തന്നെ. അതുപോലെ തന്നെ ബലാദൂരി അദ്ദേഹത്തിൻ്റെ ഫുതുഹുൽ ബൽദാനിൽ വിവിധ ഭരണകർത്താക്കൾ, വിവിധ ചീഫ്റ്റൻസ്, അതായത് വിവിധ ട്രൈബൽ നേതാക്കന്മാർ, ഗ്രാമ നേതാക്കന്മാരെല്ലാം ഭരണകർത്താക്കളുമായിട്ടുള്ള ബന്ധം വഴി ഇസ്ലാം സ്വീകരിക്കുകയും അതുവഴി അവരുടെ അനുയായികളും ഇസ്ലാം സ്വീകരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ബലാദൂരി അദ്ദേഹത്തിൻ്റെ ഫുതുഹുൽ ബുൽദാനിൽ പറയുന്നുണ്ട്. ഇതൊരു മറ്റൊരു സോഴ്സാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര ഡയമെൻഷൻ അത് ഈ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് തുർക്കിക്ക് പേർഷ്യൻ ഭരണകർത്താക്കൾ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ ക്യാപ്റ്റീവ്സ്, തടവ് പുള്ളികൾ ആൾക്കാരുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുമെങ്കിൽ തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയൻ മുന്നിൽ വെച്ചിരുന്നു. അതും ചരിത്രത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹം അൽ-ഉത്തുബിയുടെ താരിഖ് യമീനിൽ സുൽത്താൻ മഹ്മൂദ് ഗസ്നവി അങ്ങനെയുള്ള ചിലപാട് സ്വീകരിച്ചതായി കാണാം. അതുപോലെ തന്നെ ഫരിഷ്തയിലും ഈ ഒരു സംഭവമുണ്ട്. അത് ഹോഖാർ ട്രൈബിൽ നമ്മുടെ വെസ്റ്റേൺ ഫ്രണ്ടിയർ ഭാഗത്ത് അവിടെയെല്ലാം ചില ആൾക്കാർക്ക് ഇതേപോലെ തന്നെ തടവ് പുള്ളികൾ മോചിക്കണമെങ്കിൽ ഇസ്ലാം സ്വീകരണമെന്ന് പറയുന്ന ചില സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ജനറൽ ആയിരുന്നില്ല. അത് തടവ് പുള്ളികളുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ പൊതുജനങ്ങളിലേക്ക് ഈ ഒരു വിഷയം എത്തിയിരുന്നില്ല എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ വിശദീകരിച്ചതുപോലെ നേതാക്കൾ ഇസ്ലാം സ്വീകരിക്കുക, അനുയായികൾ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. നേതാക്കൾ, ഉദാഹരണം ഈ ഹോഖാർ ഭാഗത്തെ പഷ്തൂൺ, ബലൂചിസ്ഥാൻ ഭാഗത്തിലെ വിവിധ ഭാഗത്തെ നേതാക്കന്മാർ അവർ മുസ്ലിം ഭരണകൂടങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇംപ്രസ്ഡ് ആവുക, അതിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിക്കുക. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവരുടെ കീഴിലുണ്ടായിരുന്ന അവരുടെ അനുയായികളും കൂടി കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്നതും താരിഖെ ഫരിഷ്തയിൽ വിശദീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുപോലെ തന്നെ ഡൽഹി സൽത്തനത്തിൻ്റെ ചരിത്രത്തിലും ഇതുപോലെ മറ്റു ചില ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. അവരും ഈ തടവ് പുള്ളികൾ ഇസ്ലാം സ്വീകരിക്കുന്നതും അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതും നമുക്ക് കാണാം. എന്നാൽ പോലും ഇതൊരു പൊതുവായ രചനയായി അല്ലെങ്കിൽ പൊതുവായ ചരിത്രമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പണ്ഡുരാങ് വാമൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര, ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ, റിലീജിയസ് ആൻഡ് സിവിൽ ലോ എന്ന് പറയുന്ന 1941 എഴുതിയ ആ രചനയിൽ അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അത് തടവ് പുള്ളികൾ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു? തടവ് പുള്ളികൾ ഭരണകർത്താക്കളുടെ ശക്തി കൊണ്ട് മാത്രമല്ല ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനേക്കാളും അപ്പുറം മുസ്ലിങ്ങളുടെ കയ്യിൽ പിടിക്കപ്പെട്ടു പോയ ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ
അവർ ചെല്ലുന്ന സമൂഹത്തിൽ, അവരുടെ കുടുംബത്തിലും അവരുടെ സൊസൈറ്റിയിലും അവർക്ക് ലഭിച്ച അപമാനം, അവരെ ഇവർ തള്ളി അകറ്റിയത്, ബഹിഷ്കരിച്ചത്, അതുപോലെ തന്നെ ഔട്ട്കാസ്റ്റായി പ്രഖ്യാപിച്ചതുമെല്ലാം അവരുടെ കുടുംബങ്ങളിലേക്ക് അവരെ വീണ്ടും ജോയിൻ ചെയ്യാൻ അനുവദിക്കാതിരുന്നതുമെല്ലാം ആ പലവിധ കാരണങ്ങളും ഈ തടവ് പുള്ളികളെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാക്കി എന്ന് പണ്ഡുരാങ് വാമൻ ഖാനെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന രചനയിൽ പരാമർശിക്കുന്നു. അപ്പോൾ അതും കൂടിയിട്ടാണ്, അതായത് ഭരണകർത്താക്കളുടെ സമ്മർദ്ദം എന്നതിനേക്കാളും അപ്പുറം ഈ തടവ് പുള്ളികൾക്ക് അവരുടെ കൗമിൽ നിന്ന് തന്നെ, സമൂഹത്തിൽ നിന്ന് തന്നെ ലഭിച്ച അപമാനവും ഇസ്ലാം സ്വീകരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ പണ്ഡിതന്മാരുടെയും സൂഫി നേതാക്കന്മാരുടെയും കച്ചവടക്കാരുടെയും എല്ലാം വിവിധ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇസ്ലാം സ്വീകരണത്തിലേക്ക് കാരണമായി. അതുപോലെ മറ്റു ചില പോയിന്റുകൾ പറയുന്നത്, ഈ ഭരണകർത്താക്കൾ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് മുസ്ലിങ്ങൾ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നു. അവർ തന്നെ ഒരു കൂട്ടമായി ഫാമിലിയായും നല്ലൊരു ഗ്രൂപ്പായും തന്നെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചാച്ച്നാമയിൽ അൽ കൂഫി അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് അലഫി എന്ന് പറയുന്ന ഒരു അറബ് നേതാവ് ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി അഭിപ്രായ വ്യത്യാസമുണ്ടതിൻ്റെ ഭാഗമായി 500ഓളം അറബ് മുസ്ലിങ്ങളുമായും ഈ സിന്ധ് ഭാഗത്തേക്ക് എത്തുകയും, ഈ മുഹമ്മദ് ബിൻ ഖാസിമിന് മുമ്പുള്ള സംഭവമാണ്, അദ്ദേഹത്തിൻ്റെ വരവിന് മുമ്പുള്ള സംഭവമാണ്. കിങ് ദാഹിർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് എത്തുന്നത്. അദ്ദേഹം ഇവിടെ എത്തുകയും എത്തിയതിന് ശേഷം മുഹമ്മദ് ഖാസിം ഇവിടെ വരുന്നു, ദാഹിറിനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് മുഹമ്മദ് ഖാസിമും ഈ മുഹമ്മദ് അലഫിയുമായി ഒരു ട്രീറ്റ് സംഭവിക്കുന്നു. ആ ട്രീറ്റിയോടുകൂടി മുഹമ്മദ് ഖാസിം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹത്തിന് എവിടെയും താമസിക്കാം എന്ന് പറയുന്ന അനുവാദം നൽകുന്നു. പിന്നീട് ഈ മുഹമ്മദ് അലഫി കാശ്മീരിലേക്ക് പോവുകയും അവിടെ അദ്ദേഹം നിരവധി പള്ളികൾ പണിയുകയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമെല്ലാം അവിടെ താമസമാക്കുകയും അവരിലൂടെ ആ ഭാഗങ്ങളിൽ, കാശ്മീർ ഭാഗങ്ങളിൽ ഇസ്ലാം വ്യാപനം 8ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുന്നു എന്നത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര വസ്തുതയാണ്. അതായത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭരണകർത്താക്കളുടെ കൈകളല്ലാ തന്നെയും കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ വ്യാപനം സംഭവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹ്മൂദ് ഗസ്നവിയും ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെയും കാശ്മീർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഒരുപാട് മുസ്ലിം കച്ചവടക്കാരെ നേരിടുന്നതായി ഫരിഷ്ത താരിഖെ ഫരിഷ്തയിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അതേസമയം തന്നെ ഈ ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ വ്യാപനം അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് എങ്ങനെയൊക്കെയാണ് മീഡിയമായി ഉണ്ടായിരുന്നത്? നമുക്കറിയാവുന്നതുപോലെ തന്നെ കച്ചവട മാർഗം സുലൈമാൻ അബു സയ്യിദ് അദ്ദേഹത്തിൻ്റെ സിൽസിലെ താരിഖ് എന്ന് പറയുന്ന തവാരിഖ് എന്ന് പറയുന്നതിൽ പരാമർശിക്കുന്ന ഈ വിശദീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാസുർഗ് ബിൻ ഷഹരിയാർ അദ്ദേഹത്തിൻ്റെ അജായിബുൽ ഹിന്ദിലും അതുപോലെ മാറൂജു ദഹബിൽ മസൂദിയും ഈ കച്ചവടക്കാരുടെ ഇസ്ലാമിക വ്യാപനത്തിലുള്ള സേവനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭരണകർത്താക്കളാണ്. ഭരണകർത്താക്കളുടെ കത്തുകൾ വിവിധ നേതാക്കന്മാർക്കും ഗോത്ര നേതാക്കന്മാർക്കും ഗ്രാമ നേതാക്കന്മാർക്കുമുള്ള നോബിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന അധികാരം, സമൂഹത്തിൽ അധികാരമുണ്ടായിരുന്ന ആൾക്കാർക്കുള്ള കത്തുകൾ, ആ കത്തുകൾ വഴി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും രാജാവിൽ നിന്ന് കത്ത് ലഭിച്ചതിൻ്റെ ഭാഗമായി അധികാരമുള്ള വളരെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അധികാരമുള്ള സുൽത്താനിൽ നിന്ന് കത്ത് ലഭിക്കുന്നത് വളരെ അംഗീകാരമായി കാണുകയും അതിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ആൾക്കാരുമുണ്ട്. ഉദാഹരണം അൽ കൂഫി അദ്ദേഹത്തിൻ്റെ ചാച്ച്നാമയിൽ മുഹമ്മദ് ബിൻ ഖാസിം പോലും വിവിധ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും സിന്ധ് ഭാഗത്തുണ്ടായിരുന്ന വിവിധ ഗ്രാമീണ നേതാക്കന്മാർക്കും ചീഫുകൾക്കും കത്തുകൾ അയച്ചതായും അവർ ഇസ്ലാം സ്വീകരിച്ചതായും ചാച്ച്നാമയിൽ അൽ കൂഫി പരാമർശിക്കുന്നുണ്ട്. ഉമയ്യ ഖലീഫ, ഉമർ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം സിന്ധ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഗവർണർമാരിലൂടെ വിവിധ ഭാഗങ്ങളിലുള്ള നേതാക്കന്മാർക്ക് കത്തയച്ചതായും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതായും നമുക്ക് കാണാം. അതുപോലെ തന്നെ സിയാവുദ്ദീൻ ബാറാനി, തുഗ്ലക്ക് മംലൂക്ക് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്ത് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പൊളിറ്റിക്കൽ ഫിലോസഫറുമാണ് സിയാവുദ്ദീൻ ബാറാനി. അദ്ദേഹത്തിൻ്റെ ഫത്താവ ജഹാൻദരിയിലുമെല്ലാം വിശദീകരിക്കുന്നത് കാണാം. ഭരണകൂടത്തിന് ഇസ്ലാം വ്യാപനം ഏറ്റെടുക്കൽ അനിവാര്യമാണ്, അതിൻ്റെ റൂളറിൻ്റെ ഉത്തരവാദിത്തം എന്ന നിലയിൽ അവർ എഴുതുന്നത് കാണാം. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു തരത്തിൽ
ബറാനിനെ പോലുള്ള പണ്ഡിതന്മാരുടെ സമ്മർദ്ദങ്ങളും ഈ അതത് കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ ഇസ്ലാം വ്യാപനത്തിന് അവരുടേതായ പണിയെടുത്തതിനും കാരണമായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സുൽത്താക്കന്മാർ, മുഹമ്മദ് ഗസ്നവിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന ചില രേഖകളൊക്കെ ഉണ്ട്. അതൊക്കെയും ഇസ്ലാമിൻ്റെ വലിയ സംഭവമായിട്ട് താരീഖ് യമീനിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഇതൊക്കെയും ജനറലൈസ് ചെയ്യുവാൻ കഴിയില്ല എന്നും, അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കളെല്ലാം അവരുടെ കീഴിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ നിർബന്ധപൂർവമാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുമെന്നുള്ള വായന തെറ്റാണെന്ന് സർത്താജ് ഷബ്ബാർ റിസ്വി അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഡൽഹി സൽത്തനത്ത് എ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന രചനയിൽ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ആളാണ് ഔറംഗസേബ്. ഔറംഗസേബിനെ കുറിച്ച് വ്യത്യസ്തമായി തന്നെ വേറൊരു വിശദീകരണം നമുക്ക് വേണ്ടി വരും. ഔറംഗസേബിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് അദ്ദേഹം ശക്തമായ ജിസിയ നടപ്പിലാക്കിയെന്നും നിർബന്ധിത മതപരിവർത്തനം ചെയ്തുവെന്നും, അതുപോലെ തന്നെ നേരത്തെ മറ്റു പല ഭരണകർത്താക്കളും ചെയ്തതുപോലെ തടവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്ന ക്രൈറ്റീരിയയൊക്കെ മുന്നിൽ വെച്ചുമെന്നുമൊക്കെയും ചില ആരോപണങ്ങളുണ്ട്. അതിൽ പലതും തെറ്റായ ആരോപണങ്ങളാണ്, പലതും പ്രാഗ്മാറ്റിസത്തിന് വേണ്ടി സ്വീകരിച്ചതാണ് എന്നൊക്കെ നമുക്ക് ആഡ്രി തുർഷ്കിയുടെ അടക്കമുള്ള ആധുനിക ചരിത്രകാരന്മാരുടെ രചനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഞാൻ ചേർത്ത് പരാമർശിക്കാൻ കാരണം മുഗൾ ഡൽഹി സൽത്തനത്ത് മുതൽ, അല്ലെങ്കിൽ മുഹമ്മദ് ഖാസിം മുതൽ ഡൽഹി സൽത്തനത്തിൻ്റെ ചരിത്രവും തുഗ്ലക്ക്, അതുപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിലുമെല്ലാം ഈ ഭരണാധികാരികൾ അവരുടെ ഹിന്ദു അല്ലെങ്കിൽ സിഖ് സബ്ജക്റ്റുകളോട് വളരെ പൊളിറ്റിക്കൽ റിയലിസ്റ്റായ പ്രാഗ്മാറ്റിസ്റ്റായ സമീപനമാണ് സ്വീകരിച്ചത്. കൂടുതൽ അവരുമായി മാരിറ്റൽ അലയൻസ്, പൊളിറ്റിക്കൽ അലയൻസ്, അതുപോലെ തന്നെ മിലിറ്ററി അലയൻസ്, രാഷ്ട്രീയ ബന്ധങ്ങൾ, അതുപോലെ തന്നെ വൈവാഹിക ബന്ധങ്ങൾ, സൈനിക ബന്ധങ്ങളിലൂടെയും സഖ്യങ്ങളിലൂടെയും അവരെ ഒന്നിച്ചു നിർത്തുവാനുള്ള ശ്രമമാണ് പലപ്പോഴും അവർ നടത്തിയത്. അലാവുദ്ദീൻ ഖിൽജി അടക്കമുള്ള ഖിൽജി കാലഘട്ടത്തിലെ പ്രമുഖരായ ഭരണകർത്താക്കളെല്ലാം അവരോടൊക്കെ ചില പണ്ഡിതന്മാർ മതപരിവർത്തനം അല്ലെങ്കിൽ ഇസ്ലാമിനെ ശക്തമായി നടപ്പിലാക്കണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയൊക്കെ പറഞ്ഞത് അതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന ഘട്ടമല്ല എന്ന് മറുപടി കൊടുത്തതായ ചരിത്രത്തിലുണ്ട്. ഇൽത്തുമിഷിനോട് ചില പണ്ഡിതന്മാർ മതപരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാനുള്ള കെൽപ്പ് പോലുമില്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പോലും ഇൽത്തുമിഷ് മറുപടി പറഞ്ഞതായും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയാണ് ഭരണകർത്താക്കൾ തന്നെ അവരുടെ കാലഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ. അതേസമയം തന്നെ മറ്റൊരു മതപരിവർത്തനത്തിനുള്ള മാർഗമായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് ഗ്രാജുവൽ ഗ്രൗത്ത് എന്ന തലത്തിലാണ്. അത് ഇവിടെയുള്ള നോൺ മുസ്ലിം സമൂഹങ്ങളുമായി വ്യക്തികേന്ദ്രീകൃത ബന്ധങ്ങളിലൂടെയും അവരുമായിട്ടുള്ള ഒരു ഇസ്ലാമിൻ്റെ ഷഹാദത്തെ ഹക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യസാക്ഷ്യ നിർവഹണത്തിലൂടെ ഒരു വ്യക്തിത്വം അവരിലേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിപ്പിക്കുന്ന നടപടി എന്നുള്ള നിലപാടുകളൊക്കെയും പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്നു. അത് ഫവായിദുൽ ഫുആദ് എന്ന് പറയുന്ന നിസാമുദ്ദീൻ ഔലിയ, ഷേഖ് നിസാമുദ്ദീൻ ഔലിയ, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള രചനയാണ്. ആമിർ ഹസൻ സിസ്ജിയാണ് അത് ക്രോഡീകരിച്ചത്. അതിൽ നിസാമുദ്ദീൻ ഔലിയയുടെ മുമ്പിലേക്ക് ഒരു സംഭവം അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദു സഹോദരനുമായി വരുമ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നു എൻ്റെ സഹോദരനാണ്. അപ്പോൾ കാര്യം വിശദീകരണങ്ങളൊക്കെ ചോദിക്കുന്നു, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നിങ്ങളുമായി കൂടുതൽ ബന്ധം പുലർത്തുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനൊക്കെ താല്പര്യമുണ്ടാകും ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നിസാമുദ്ദീൻ ഔലിയ മറുപടി പറയുന്നത് ഏറ്റവും ഒരു കമ്പാനിയൻഷിപ്പ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള കമ്പാനിയൻഷിപ്പ് രൂപപ്പെടുത്തുന്നതോടുകൂടി അത് മറ്റേയാളെ, നമ്മളുടെ അഭിസംബോധകനെ ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് പ്രധാനമായ ഒരു കാരണമാക്കി മാറ്റുമെന്നാണ്. അതായത് പണ്ഡിതന്മാരുടെ ഈ തരത്തിലുള്ള പ്രബോധന രീതികളാണ്, അതായത് വളരെ ഗ്രാജുവലായ ചർച്ചകളിലൂടെയും വളരെ സ്നേഹസൗഹാർദ്ദങ്ങളിലൂടെയുമുള്ള പ്രബോധന രീതികളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിക വ്യാപനത്തിൻ്റെ പ്രധാന കാരണമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് നിസാമുദ്ദീൻ ഔലിയയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വേറെയും ചില ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തെ
അവഗണിക്കാറാണുള്ളത്. അവിടെയും ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടായത് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരിലൂടെ തന്നെയാണ്. അതായത് അസാൻ ഫക്കീർ എന്ന് വിളിക്കപ്പെടുന്ന ഇറാഖ് ഭാഗത്ത് നിന്ന് 16-ാം നൂറ്റാണ്ടിൽ ബംഗാൾ അതുപോലെ ആസാം ബാക്കിയുള്ള നോർത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച ആളാണ് അസാൻ ഫക്കീർ. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രബോധന രീതി തന്നെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി നടന്ന് ബാങ്ക് വിളിക്കുകയും, അതായത് അവിടെ മുസ്ലിം ജനസംഖ്യ അപ്പോഴും ഉണ്ടായിരുന്നു, അവരെയും വിളിക്കുകയും ബാക്കിയുള്ളവരിലേക്കും പ്രബോധന പ്രവർത്തനം നടത്തുന്ന, അതുപോലെ തന്നെ പള്ളിയിലേക്ക് വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ അവിടെ പള്ളിയിലേക്ക് വരുന്നവർക്ക് മുമ്പിൽ ഇസ്ലാം സമർപ്പിക്കുകയും ചെയ്യുന്ന സമീപനമൊക്കെയാണ് അസാൻ ഫക്കീറിനെ പോലുള്ള ആൾക്കാർ സ്വീകരിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര സോഴ്സാണ് ഈ മൽഫൂസാത്തുകൾ. അതുപോലെ തന്നെ സൂഫി പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ക്രോണിക്കിളുകൾ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ടൊരു റെഫറൻസ് കൂടിയിട്ടാണ്. അത് നിസാമുദ്ദീൻ യമനിയുടെ ലത്തായിഫുൽ അഷ്റഫി, അതുപോലെ തന്നെ മൊയ്നുദ്ദീൻ ചിശ്തിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൽഫൂസാത്തുകൾ, അതുപോലെ വിവിധ സൂഫി പണ്ഡിതന്മാരെ കുറിച്ചിട്ടുള്ള അദിക്കിറകൾ, അതുപോലെ അവരെക്കുറിച്ചുള്ള കഥകളുടെ കളക്ഷനിലെല്ലാം അതത് ഭാഗങ്ങളിൽ അവർ ഇസ്ലാം വ്യാപനം നടത്തിയതായും ഈ സൂഫി പണ്ഡിതന്മാരിൽ നിന്ന് അത്ഭുത പ്രവർത്തനങ്ങൾ ഉണ്ടായതായും അതിലൂടെ കുറേ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചതായും ചില കഥകൾ നമുക്ക് വായിക്കാൻ കഴിയും. കഥകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് സത്യമാണോ അല്ലെങ്കിൽ കഥകളാണ് എന്നതിനേക്കാളും അപ്പുറം ആ സംഭവം രേഖപ്പെടുത്തുന്നതിൽ അവരുടെ ആ പ്രദേശത്തെ സ്വാധീനത്തെ വ്യക്തമാക്കുന്ന ഒരു കാര്യവും കൂടിയിട്ടാണ്. അടുത്ത് മൊയ്നുദ്ദീൻ ചിശ്തിയുടെ അത്ഭുതങ്ങൾ, അതുപോലെ സയ്യിദ് അഷ്റഫ് ജഹാംഗീരി സിംനാനി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൂഫി വര്യൻ്റെ അത്ഭുതങ്ങൾ, ഇവിടെ അവരുണ്ടായിരുന്ന അജ്മീർ, അതുപോലെ തന്നെ വിവിധ മുൾത്താൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഇവർക്ക് നേരിടേണ്ടി വന്ന ഹിന്ദു സന്യാസികളെ ചില മാജിക്കുകളിലൂടെ തന്നെ നേരിടുകയും പരാജയപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ഈ സന്യാസിമാരും അവരുടെ അനുയായികളും ഇസ്ലാം സ്വീകരിക്കുന്ന ചരിത്രം ലത്തായിഫുൽ അഷ്റഫിൽ നിസാമുദ്ദീൻ യമനി വിശദീകരിക്കുന്നത് കാണാം. അതുപോലും ഈ സൂഫികളുടെ അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ അവരുടെ പ്രബോധനങ്ങളും കൂടിയിട്ടാണ്. ഇത് ഞാൻ വിശദീകരിക്കാൻ കാരണം ഈ ഭരണകർത്താക്കളുടെ ഈ പറയുന്ന മംലൂക്ക് കാലഘട്ടത്തും അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്ത് കാലഘട്ടത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക സൂഫി പണ്ഡിതന്മാരും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെത്തുന്നത്. അവരുടെ പ്രവർത്തന ഫലമായും തന്നെ നല്ല ശതമാനം ഫ്രണ്ടിയർ ഏരിയയിൽ, റീജിയണൽ ഏരിയയിൽ ഇസ്ലാം വ്യാപനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രസിദ്ധ ചരിത്രകാരനും അല്ലെങ്കിൽ യാത്രികനുമാണ് ഇബ്നു ബത്തൂത്ത. അദ്ദേഹത്തിൻ്റെ അജാബുൽ അസ്ഫറിൽ ഇതേപോലെ തന്നെ മറ്റൊരു സൂഫി വര്യനെക്കുറിച്ച് ഷാ ജലാൽ 1345 അവിടെ ഉണ്ടായിരുന്ന ഷാ ജലാൽ എന്ന് പറയുന്ന ബംഗാളിൽ താമസിച്ചിരുന്ന ഒരു ഷേഖിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തന ഫലമായി ധാരാളം ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചതായും ഇബ്നു ബത്തൂത്ത തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രരചനയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ വിശദീകരിക്കാൻ കാരണം വിവിധ കാലഘട്ടങ്ങളിലായി മുസ്ലിം ഭരണകർത്താക്കളുടെ അവരുടെ ഭരണത്തെക്കാളും അപ്പുറം അവരുടെ ശക്തിപ്രയോഗം എന്ന ആ വായനയ്ക്കപ്പുറം ഇന്ത്യയിൽ ഇസ്ലാം വ്യാപനം സംഭവിക്കുന്നത് കച്ചവടക്കാരിലൂടെയും പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും ഒക്കെയാണ്. അതേസമയം ഈ ഭരണകർത്താക്കൾക്ക് റോളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഈ പല ഭരണകർത്താക്കളും പണ്ഡിതന്മാരെ വെൽക്കം ചെയ്യുന്നതിലും സ്വീകരിക്കുന്നതിലും അവർക്കാവശ്യമായ മദ്രസകളും ഖാൻഖാകളും ഉണ്ടാക്കുന്നതിലും പള്ളികളും മറ്റും നിർമ്മിക്കുന്നതുമെല്ലാം അതത് പ്രദേശങ്ങളിൽ ഇസ്ലാം വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. ചില ഭരണകർത്താക്കൾക്ക് ഇസ്ലാം വ്യാപനം തന്നെ ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇൻഡയറക്റ്റായി ഇസ്ലാം വ്യാപനത്തിന് ഇവരുടെ ചില പ്രവർത്തനങ്ങൾ സഹായമായിട്ടുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് വന്ന പല പണ്ഡിതന്മാരെയും ഈ ഭരണകർത്താക്കൾ സ്വീകരിക്കുന്നത് തന്നെ പൊതുജന മധ്യത്തിൽ അവരുടെ ഒരു ഓതൻറ്റിസിറ്റി, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ഉറപ്പിക്കുവാനാണ് എന്ന് പറയുന്ന നിരീക്ഷണം കൂടി ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭരണകർത്താക്കൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാരെ സഹായിക്കുന്നതിലൂടെ, അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലൂടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാം വ്യാപനത്തിലും ഒരു അങ്ങനൊരു സംഭാവനയും അവർ അർപ്പിക്കുന്നതായും ചരിത്രത്തിലുണ്ട്. അതുപോലെ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ജഹാംഗീറിൻ്റെ പിന്തുണ, അതുപോലെ തന്നെ ഷാ വലിദ് ദഹ്ലവിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വിവിധ നോബിൾസ് ഫാമിലികളുടെ സഹായ സഹകരണങ്ങൾ, അതുപോലെ ഷാ വലിദ് ദഹ്ലവിയുടെ അദ്ദേഹത്തിൻ്റെ പിതാവും ഷെയ്ഖ് അബ്ദുറഹീമിനുമെല്ലാം
ഔറംഗസീബിൻ്റെ കാലത്തും പിന്നീടും ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന പശ്ചാത്തലം, ഇതൊക്കെയും ഈ ഭരണകർത്താക്കളുടെ ഇസ്ലാം വ്യാപനത്തിൻ്റെ സംഭാവനകളും കൂടിയിട്ടാണ്. നമ്മൾക്കെല്ലാവരെയും ഒന്നിച്ച് തള്ളുവാനും കഴിയില്ല, അതുപോലെ ഒന്നിച്ച് സ്വീകരിക്കുവാനും കഴിയില്ല. ഈ ഒരു തരത്തിലാണ് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ വിവിധ ഭരണകർത്താക്കളുമായിട്ടുള്ള ലെറ്ററുമായി ബന്ധമുള്ള കറസ്പോണ്ടൻസ് തുടങ്ങി ഗസ്നവിയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റീവ്സുകളെ, പ്രിസണേഴ്സിനെ ഇസ്ലാം അവരുടെ തടവിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഇസ്ലാം സ്വീകരണം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ മുന്നിൽ വെക്കുന്ന ഒരു ചരിത്രം മുതൽ പിന്നീട് വിവിധ ഭരണകർത്താക്കളുടെ കാലഘട്ടത്തിൽ പ്രാഗ്മാറ്റിസം നിലപാട് സ്വീകരിക്കുകയും പണ്ഡിതന്മാരോടുള്ള സഹകരണം, അതിൻ്റെ വഴി ഇസ്ലാമിൻ്റെ വ്യാപനം, അവിടുന്ന് തുടങ്ങി 1857 വരെയുള്ള മുഗൾ സൽത്തനത്തിൻ്റെ അവസാനം വരെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെല്ലാം ഭരണകർത്താക്കൾക്ക് ഈ നിലപാടുകളായിരുന്നു ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോഴും വാളിനാലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാം വ്യാപനം നടന്നത് എന്ന് പറയുന്ന ഓറിയൻ്റലിസ്റ്റ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിനെയും അതിനരികു പിടിച്ച് ഇന്ത്യയിൽ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായ രചനകളെയും ശക്തമായ വിമർശനത്തോടു കൂടി തന്നെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഈ ഭരണകർത്താക്കളുടെ പ്രാഗ്മാറ്റിസ്റ്റ് പൊളിറ്റിക്കൽ റിയലിസത്തിനേക്കാളും അപ്പുറം സാധാരണക്കാരായ പണ്ഡിതന്മാരുടെയും അവരുടെ തന്നെ വ്യത്യസ്ത കോൺട്രിബ്യൂഷൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാർക്ക് ഈ ഭരണകർത്താക്കൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ കൊടുത്ത സഹായ സഹകരണങ്ങളും ഒരു തരത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും സഹായിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മതപരിവർത്തനം കൂടുതൽ സംഭവിച്ചത്. അല്ലാതെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അധികാരപ്രയോഗം നടത്തിക്കൊണ്ടുള്ള ഇസ്ലാം വ്യാപനമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ തന്നെ, പോപ്പുലേഷൻ തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്നുള്ള സത്യം വളരെ വ്യക്തമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.